20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി കമ്പ്യൂട്ടർ മൊബൈൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി. നിലമ്പൂർ JSSുമായി സഹകരിച്ച് വണ്ടൂർ അമ്പലപ്പടിയിലെ JSS ട്രെയിനിംഗ് സെന്ററിലാണ് 5 ദിവസങ്ങളിലായി പരിശീലന പരിപാടി നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും കമ്പ്യൂട്ടറിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. KFB താലൂക്ക് പ്രസിഡന്റ് അഖിൽ പാറക്കലിന്റെ നേതൃത്വത്തിൽ ഭാരവാഹികളായ ആസിഫ് നിലമ്പൂർ, ദിനേശ് ചുങ്കത്തറ, ആഷിഖ് കാളികാവ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വരികയാണ്. കാഴ്ചയില്ലാത്തവർ തന്നെ നടത്തുന്ന കേരളത്തിലെ അംഗീകൃത സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്. ഇതിന്റെ നിലമ്പൂർ താലൂക്കിലെ കമ്മിറ്റി ഈ നിലമ്പൂർ താലൂക്കിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ദിവസത്തെ കമ്പ്യൂട്ടറും മൊബൈലും പരിശീലന കോഴ്സാണ് നിലമ്പൂർ JSSന്റെ സഹായത്തോടു കൂടി JSS സ്കിൽ ട്രെയിനിങ് സെന്ററിൽ ഇവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിങ്കളാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 13ഓളം ആളുകൾ കമ്പ്യൂട്ടറും അതേപോലെ മൊബൈലും പഠിക്കാൻ വേണ്ടി ഇവിടെ നമ്മളെ കൂടെ കാഴ്ചയില്ലാത്തവരായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ നമ്മളെ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയിലെ നമ്മളെ ആളുകളാണ് ഇത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചയില്ലാത്തവരെ സ്വയം പ്രാപ്തിയാക്കുക, അതേപോലെ അവർക്ക് ജോലി സാധ്യതകൾ, ഇപ്പം എന്ത് ചെയ്യണമെങ്കിലും ടെക്നോളജി കൊണ്ട് കാഴ്ചയില്ലാത്തവന് കഴിയും. അതുപോലെ ഈ AI സാധ്യതകളൂടി വന്നതോടെ ആളുകൾക്ക് നോട്ട് വായിക്കാൻ, പുസ്തകം വായിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ടെക്നോളജി വഴിയുണ്ട്. അത് എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് സ്വയം പ്രാപ്തിയിലേക്ക് എത്തിച്ച് സ്വയം തൊഴിൽ കണ്ടെത്താൻ വരെ പ്രാപ്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഞങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും, അതായത് കമ്മിറ്റിയിലെ താലൂക്കിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ടുള്ള അയ്യപ്പേട്ടൻ വരെ, 76 വയസ്സുള്ള അയ്യപ്പേട്ടൻ വരെ പുതിയ ടെക്നോളജി കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. JSS ഡയറക്ടർ ഉമ്മർ കോയ, പ്രോഗ്രാം ഓഫീസർ C ദീപ, അധ്യാപിക രഖില ജിജോ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പരിശീലനം നടക്കുന്നത്. കാഴ്ച പരിമിതിയുള്ളവരെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്വയം പര്യാപ്തരാക്കുകയും തൊഴിൽ സാധ്യത ഒരുക്കി കൊടുക്കുകയും ലക്ഷ്യമിടുന്ന ഈ പരിശീലനത്തിൽ ഏറ്റവും മുതിർന്ന അംഗമായ 76-കാരൻ അയ്യപ്പൻ വണ്ടൂർ ഉൾപ്പെടെയുള്ള 13 പേർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ P അയ്യപ്പനാണ്, വണ്ടൂർ സ്വദേശിയാണ്. എനിക്ക് 1.5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടത് വസൂരി രോഗം വന്നിട്ടാണ്. അപ്പോൾ അവിടുന്ന് കേട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങാനൊക്കെ നിന്നെങ്കിലും ഫറൂഖ് കോളേജിൻ്റെ തൊട്ട് നമ്മളെ KFBൻ്റെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. തൊഴിലൊക്കെ പഠിപ്പിച്ചു, വിദ്യാഭ്യാസം കുറച്ച് കിട്ടി. അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഉയർന്നത്. നമ്മളെ ഈ ഫെഡറേഷൻ കൊണ്ടാണ്, KFBയിൽ അംഗത്തായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി വന്നു. ഇപ്പോൾ പ്രായമൊക്കെ ആയി, എന്നാലും ഈ ഇത് കിട്ടിയെന്ന് വിചാരിച്ചാണ്ട് വന്നതാണ്. ഇപ്പോൾ ഈ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഈ ഇതിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുകയാണ് തിങ്കളാഴ്ച. എന്നാലും കുറച്ച് സമാധാനത്തോടു കൂടെയൊക്കെ ഏതായാലും കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. മുൻകാലങ്ങളിൽ ഞങ്ങളെപ്പോഴത്തെ ആളുകൾ, സാധാരണക്കാർ തെരുവിലൂടെയും അങ്ങനെയും ഇങ്ങനെയും പാട്ടും പാടി യാചിച്ചും വിശ്വാസിച്ചൊക്കെ കഴിഞ്ഞത്. അതിൽ നിന്നൊക്കെ ഞങ്ങളെ കൈപിടിച്ച് ഈ നിലയിൽ പ്രകാശമില്ലെങ്കിലും പ്രകാശത്തിൻ്റെ മേഖലയിൽ എത്തിച്ച ഒരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. അതിൻ്റെ കെയർ ഓഫിൽ നിലമ്പൂർ താലൂക്കിലാണ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് 5 ദിവസത്തേക്ക് ഞങ്ങൾക്ക് സർ അഖിലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അത് JSSും വ്യാപാര ഭവനങ്ങളും എല്ലാവരും കൂടി സംഘടിച്ച് ഏകോപിച്ചാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സൗകര്യം ചെയ്യുന്നത്. എൻ്റെ പേര് സെലീന, വണ്ടൂര് കോട്ടക്കുന്നിലാണ് വീട്. ഞാൻ ചുണ്ടമ്പറ്റ BV UP സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലാണ് സ്കൂള്. എനിക്ക് മുമ്പ് കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ ട്യൂമർ വന്നിട്ട് കാഴ്ച പോയതാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ട്യൂമർ വന്നത്. അപ്പോൾ ഞാൻ പഠിച്ച കാലത്തൊന്നും കമ്പ്യൂട്ടർ അത്ര പ്രചാരത്തിൽ. ഇപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ വെച്ചിട്ട് വന്നതാണ്. കുഴപ്പമില്ല, ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. ഒരു ഇതൊക്കെ പഠിച്ചു, ടൈപ്പിംഗ് ഒക്കെ പഠിച്ചു. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും.
കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.